Usually when I open up to someone, it makes me feel lighter when I share all my burdens, and they'll also support us or give some suggestions. And usually being honesty has never made me regret. I usually open up to persons whom I trust, so I haven't regretted it. Struggle with showing their real emotions nowadays because they're afraid of being judged, and socially acceptable അല്ലാത്ത ഇമോഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ അവർ വീക്കായിട്ട് അവർ യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉള്ള പേടി കാരണം അവർ റിയൽ ഇമോഷൻ ഷോ ചെയ്യണില്ല എന്നാണ് എൻ്റെ. നമ്മുടെ സ്റ്റുഡൻസിന് അനുഭവിക്കുന്ന സ്ട്രെസ് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എന്താണ് ഐഡന്റിഫൈ ചെയ്തത്? സ്റ്റുഡൻസിന് ഇപ്പൊ ഇഷ്ടം പോലെ സ്ട്രെസ്സസ് ഉണ്ടാവും. ലൈക്ക് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, പിന്നെ അവരുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ ഫാമിലിയിലെ ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ ലൈക്ക് അക്കാഡമിക് സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാം കൂടി ആവുമ്പോ ലൈക്ക് ഇതെല്ലാം നമ്മുടെ സ്റ്റഡീസിനെ എഫക്ട് ചെയ്യും ഒരു രീതി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് റിലേറ്റഡ് സൈക്കോളജി അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കില്ലേ വീഡിയോസിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ? അങ്ങനെ കേട്ടിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ഏതാണ്? ഇന്ന ആനിമലിനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇങ്ങനെയായിരിക്കും, ഇന്ന ഫ്ലവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും. സൈക്കോളജി പഠിച്ച ഒരാൾ പെട്ടെന്ന് മൈൻഡ് റീഡ് ചെയ്യും, ഫേസ് ഒന്ന് കണ്ടാൽ മതി, അപ്പൊ തന്നെ നമ്മുടെ സ്വഭാവം മനസ്സിലാക്കും. സൈക്കോളജി പഠിക്കുന്നവർക്കൊന്നും എന്താണ് ടെൻഷൻ വരത്തില്ല, ഇമോഷണലി ഔട്ട്റസ്റ്റ് ആകത്തില്ല. ഇങ്ങനെയുള്ളതെല്ലാം ഒരു വളരെ വലിയൊരു മിത്താണ്, അത് മാറ്റേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡോക്ടർക്ക് രോഗം വരുന്നത് പോലെ സൈക്കോളജിസ്റ്റിനും എന്ത് വരും, ടെൻഷനും സ്ട്രെസ് എല്ലാം വരും. അത് വളരെ നോർമൽ ആയിട്ടുള്ള സാധനമാണ്. ഗ്രീൻ എന്താ ഇപ്പോഴും ഗ്രീൻ ആയിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലത് മറ്റുള്ളവർക്കും